പുറത്തു പോകും. ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ കാണാം. ഹലോ മൈ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ രാവിലെ നമ്മളൊന്ന് ചായ കുടിക്കാനായിട്ട് കയറിയിരിക്കണാണ്. അപ്പോൾ ഇനി വേണം കൊടൈക്കനാലൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. ഡെനേക്ക ഫസ്റ്റ് ഒരു മൂഡ് ഓഫ് ആയിരുന്നു. അത് വണ്ടിയിൽ ഫസ്റ്റ് കയറിയിരിക്കുമ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഡെനേക്ക നല്ല എനർജറ്റിക് ആയി. പിന്നെ ഭയങ്കര കളിയാണ്. കാര്യമായ ഛർദിയൊന്നും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും പിള്ളേര് മറ്റേ ചുരം കയറുന്ന സമയത്തൊക്കെ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പൊ എന്തായാലും അടിപൊളി ജേർണി ആയിരുന്നു. അപ്പൊ അങ്ങോട്ടുള്ള പോണ വഴിക്കൊക്കെ നല്ല മരങ്ങളൊക്കെയാണ്, നല്ല കാഴ്ചകളൊക്കെയാണ്. പോണ വഴി എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമാണ്. അപ്പൊ ഞങ്ങളവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടൈക്കനാലിൽ എത്താറായിട്ടാണ്. അപ്പൊ നമുക്ക് തമിഴ്നാട് പൊള്ളാച്ചി. അപ്പൊ അവിടെയുള്ള കാറ്റാടി യന്ത്രങ്ങളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, നമ്മൾ കാറ്റുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന ഒരുപാട് കാറ്റാടി പാടങ്ങളൊക്കെ ഞങ്ങൾ അവിടെ കണ്ടിട്ടാ. പിന്നെ നമ്മ പാലക്കാട് കയറിയാണ് പോയത്. അപ്പൊ പാലക്കാടിന്റെ മനോഹാരിതയും കണ്ടാണ്. അപ്പൊ യാത്രയൊക്കെ നമ്മള് വളരെ സുഖകരമായിരുന്നു. എനിക്ക് തുടക്കത്തിലൊരു ഇതുണ്ടായിരുന്നു, യാത്രയൊക്കെ ഇത്ര ലോങ് ഉള്ളതെന്ന് ഓർത്ത്. കാറ്റാടിപ്പാടങ്ങളുണ്ടാ, പക്ഷെ നമ്മൾ എത്തിയത് അറിഞ്ഞതേ ഇല്ല. അടിപൊളി യാത്രയായിരുന്നു. കാരണം അത്രക്ക് മനോഹരമായ വ്യൂ ആയിരുന്നു. അതിനുശേഷം തീയക്ക് മോര് കുടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സ്ഥലത്ത് ഞങ്ങൾ നോക്കി ചവിട്ടി. പിന്നെ അടുത്ത സ്ഥലത്ത് എത്തി. അതവര് ഇങ്ങനെ കലത്തിലാക്കി വെച്ചപ്പോഴേ കണ്ടപ്പോ ഞാൻ കലം മുഴുവ മോരാണെന്ന് വിചാരിച്ചു. അപ്പൊ അയാള് പറഞ്ഞു ഇതൊരു മുളന്ന് ആദ്യം പറഞ്ഞില്ല, ഒരു പൊടിയാ എന്തൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് മുളയരിയുടെ കഞ്ഞി പോലെയാണ്, അതിൽ മോരൊഴിച്ച് തരും. ഞങ്ങൾ ആദ്യം കുറെ കോമഡി ഒക്കെ പറഞ്ഞ് അയാളോട് സംസാരിച്ചു. തമിഴ് കേൾക്കണോ ഇരുന്ന് ചിരിച്ചിരിച്ചിരിച്ച് ഒരു വഴിയായി. പിന്നെ ഇത്തിരി സാമ്പിൾ അതിൽ ടേസ്റ്റ് ചെയ്യാൻ തോന്നി. പക്ഷെ എന്നാലും എനിക്ക് മോര് കുടിച്ച് മതിയാവും. ചോദിച്ചില്ല പുളിയുള്ള മോര് കിട്ടുമെന്ന് ചോദിച്ചു അവിടെ. പക്ഷെ അവിടെ ഫ്രഷ് മോര് പുളി ഉണ്ടാവില്ല. ഒരു കുറച്ച് പുളിയുള്ള മോര്. നമ്മളിവിടെ എത്തുമ്പോൾ മോര് ഇത്തിരി ലൈറ്റ് ആയിട്ടൊക്കെ കഴിക്കണം. അപ്പൊ നമുക്ക് പുളി ഉണ്ടാവും. പക്ഷെ അവിടെ ഫ്രഷ് അല്ലേ, അവിടെ പുളിയില്ല. എനിക്കും അങ്ങനെ എല്ലാവരും മോരൊക്കെ ടേസ്റ്റ് ചെയ്ത് എൻജോയ് ഒക്കെ ചെയ്ത് അവിടെ. ഇത് മുളയരി വേണ്ട. നമ്മളിവിടെ വന്നപ്പോൾ അറിയാൻ ആദ്യം പറയാൻ മുപ്പത് പേരൊക്കെ തന്നെ മനസ്സിലായില്ല. അതിന് തൈര് മിക്സ് ചെയ്ത് സവാളയൊക്കെ ഇട്ട് ടച്ചിങ് ഇപ്പൊ ചോറിനുണ്ട് ഉള്ളത് കഞ്ഞി വെച്ചാ. പിന്നെ ഇത് മുളകല്ല, അത് മുളകില്ല. അപ്പൊ അങ്ങനെ എല്ലാവരും മോരൊടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് യാത്രയൊക്കെ തുടങ്ങി. അപ്പോൾ ഓൺ ദ വേ ഡീസൽ അടിക്കാമെന്നൊരു താല്പര്യമൊക്കെ വന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി പമ്പുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ മോരൊടിയും കഴിഞ്ഞ് നേരാന്ന് പറഞ്ഞാൽ ഈ പമ്പിൽ കയറി. ഈ പമ്പിലാണെങ്കിൽ നല്ല പെട്രോളാണ് കിട്ടുന്നത് ഈ പ്രദേശങ്ങൾ വെച്ചിട്ട്. അപ്പോൾ ഡ്രൈവറെ റിക്വസ്റ്റ് ചെയ്ത് ഈ പമ്പാണ്. അപ്പോൾ പുള്ളി നമ്മുടെ ഫ്രണ്ടും കൂടിയാണ്, ജേസനാണ്. അപ്പോൾ ജേസൻ പറഞ്ഞ് ഈ പമ്പിൽ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജ് കിട്ടും. സാധാരണ ഡെൻസിറ്റി നല്ല കൂടുതലാണ് ഇവിടെ അടിക്കുന്നത്. പെട്രോൾ നല്ല ശുദ്ധിയാണ്, അത് നമുക്ക് മൈലേജ്. ഇതാണ് പെട്രോൾ പമ്പിൻ്റെ പേര്. നമ്മൾ ആ പൊള്ളാച്ചി പോണ വഴിക്ക്, പഴനി പോണ വഴിക്ക് നമുക്ക് ഓൺ ദ റൂട്ടിൽ തന്നെയാണ്, റൈറ്റ് സൈഡായിട്ടാണ് ഈ പമ്പ്. ഈ പമ്പ് കുറച്ചും കൂടി കഴിയുമ്പോൾ മറ്റേ പഴനി ക്ഷേത്രമൊക്കെ നമുക്ക് കാണാൻ. ഡെൻസിറ്റി വേണ്ട, ഡെൻസിറ്റിയാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ബില്ലൊക്കെ ഞങ്ങൾ പേ ചെയ്ത്. കാരണം പമ്പിലെ ആളുകൾ നല്ല ഡീലിങ്സ് ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന എന്തിനാന്ന് വെച്ച് പറഞ്ഞ് നിങ്ങളുടെ പമ്പ് നമുക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളോട് കയറി പെട്രോൾ അടിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞു. അതും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയി. കാരണം ഇനിയും അവിടെ ഹോട്ടലിൽ എത്തണമല്ലോ.
അപ്പോൾ നിങ്ങൾ കയറുകയാണെങ്കിൽ ഈ പമ്പിൽ കയറി ഡീസലൊക്കെ അടിക്കാൻ നല്ല മൈലേജ്. നെല്ല് ഉണക്കാനിട്ടേക്കണേണ്. അതൊരു പ്രത്യേക നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ്. നെല്ലൊക്കെ കണ്ട. ഇതാണ് പളനി ക്ഷേത്രം. കണ്ടില്ലേ, നല്ല ഹൈറ്റ് കണ്ട. ആ കാണുന്നതാണ് ക്ഷേത്രം. നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല. ഓൺ നമ്മൾ ആ ക്ഷേത്രം കണ്ടു. നല്ല പൊക്കത്ത് കണ്ട ക്ഷേത്രം. ആൾ റോപ്പ് വേ വഴിയാണ് അതിലേക്ക് പോകുന്നത്. പല മാർഗങ്ങളുണ്ട്. റോപ്പ് വേ വഴി ആളത് പോകുന്നുണ്ട് അതിലേക്ക്. അപ്പോൾ ആരും എന്ത് പറയണ്ടേ, വന്നവഴിക്ക് റോപ്പ് വേയിലൂടെ കയറണം എന്നൊക്കെ അഭിപ്രായപ്പെട്ടു. നമ്മൾ വന്നവഴി ഇതിലേക്കാണെന്ന് ഉറപ്പില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഉടനെ യാത്ര തുടർന്നു. അപ്പോൾ നല്ല അറ്റ്മോസ്ഫിയറും ഉള്ള യാത്രകളുണ്ട്. ചുറ്റും നല്ല മരങ്ങൾ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഓൺ ദ വേ ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ റോഡൊക്കെ നല്ല വിശാലമായിട്ടിരിക്കുന്നു. അങ്ങനെ ബ്ലോക്കുകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ അങ്ങോട്ട് പോകാവുന്ന അത്ര സ്പീഡിൽ പോകാം. കണ്ട, ഫ്രൂട്ട്സുകളൊക്കെ വഴിയോരത്ത് വെക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടവർക്ക് എന്താ പറയുക, കുക്കുംബറൊക്കെ വിൽക്കാനായിട്ട് സ്ത്രീകളുണ്ട് വഴിയിൽ. പിന്നെ കരിക്ക് കച്ചവടമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ ആളുകൾ പറയും. അപ്പോൾ അത് പല സ്ഥലത്തുനിന്നും ഓരോന്നൊക്കെ മേടിച്ച് അങ്ങോട്ട് പോകും. ഞാൻ ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-40 കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടൈക്കനാലിലെത്തും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചുരം കയറാറായിട്ടുണ്ട്. ചുരം കയറാനുള്ള പോക്കിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ കയറി കഴിഞ്ഞ ഉടനെ നമ്മുടെ വണ്ടിയിലുള്ള പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അവർ മേടിച്ച് കളഞ്ഞിട്ടാ. പ്ലാസ്റ്റിക്കൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ചുരം എല്ലാം കയറി ഒരു ഇതൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്ന് ടയേർഡായി. അപ്പോൾ എല്ലാവർക്കും ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു മൂഡിലേക്കായി. അങ്ങനെ ഞങ്ങളൊരു കട ചവിട്ടി ചായ കുടിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ദിയ ഉറക്കം വരണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ നേരെ ചായക്കടയിലേക്ക് നിന്ന്. അപ്പോൾ ജെയ്സനും വേണം, എനിക്കും വേണം, ദിയക്കും വേണം ചായ. അയാൾ കണ്ടോ നല്ല ഫാസ്റ്റായിട്ട് ചായയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പൂപ്പനാണെങ്കിലും കൊള്ളാം. പാലൊക്കെ സെപ്പറേറ്റ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ മധുരം കുറച്ച് മധുരമില്ലാത്ത ചായ മതി. ദിയക്കാണെങ്കിൽ ചായക്ക് മധുരം കുറവ് മതി. ജെയ്സനാണെങ്കിൽ കാപ്പി മതി. അപ്പോൾ ആദ്യം പുള്ളി എല്ലാം ഒന്നിച്ചെടുത്തിട്ടാണ്. അപ്പം എനിക്ക് കടുപ്പം കൂടുതലാണ്. കടുപ്പം കുറച്ച് ചെയ്യണം. അപ്പോൾ അവരെ ചായ എടുത്തപ്പോൾ കടുപ്പം കൂടി പോയി. അപ്പോൾ ഒന്ന് കടുപ്പകൾ കുറച്ച് പയ്യാറ്റി നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. കാപ്പിയും നല്ലതായിരുന്നു. പുള്ളി അങ്ങോട്ട് അടിച്ച് പരമ്പരാഗത രീതിയിൽ അടിച്ച് വെച്ച് കണ്ടോ. ഞാനത് കൊണ്ടു കൊടുത്തു. ഇവരൊക്കെ ഉറക്കത്തിൻ്റെ മൂടല്ലേ, ഉറക്കത്തിൻ്റെ മൂടൊക്കെ മാറട്ടെ. പിന്നെ ജേസൺ വണ്ടി ഓടിക്കാനല്ല, ജേസൻ്റെ ഒരു ചായ കൊടുത്താലും ഒരു ഉഷാറിട്ടുള്ളൂ. അപ്പോൾ ചായ ഏൽപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് എൻ്റെ ചായ കുടിച്ച്. അപ്പോൾ അപ്പൂസിന് ബൂസ്റ്റ് പിന്നെ അപ്പൂസിന് ബൂസ്റ്റ് കൊണ്ടു കൊടുത്ത് ചായ കൂട്ടി വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഉടനെ യാത്ര ഞങ്ങൾ വീണ്ടും തിരിച്ച്. അപ്പോൾ നമ്മളത് കൊടൈക്കനാലിലേക്ക് കയറി. ആദ്യ സ്പോട്ടായത് വെള്ളച്ചാട്ടം കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലിലെത്തി. നമ്മൾ നേരെ തന്നെ ഹോട്ടലിലേക്ക് ഉള്ള റൂട്ട് മാപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജെയ്സൺ റൂട്ട് മാപ്പ് ഇട്ടാന്നൊക്കെ ചോദിച്ചാൽ താഴത്തെ ഫോണിൽ റൂട്ട് മാപ്പ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ അപ്പൂസൊക്കെ ഇനി ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുക്കണം. ഓൾറെഡി റെസ്റ്റാണ്, ഇനി അവിടെ പോകുന്ന റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഭക്ഷണം ഇപ്പോൾ ഹോട്ടലിൽ ചെന്നിട്ട് കഴിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. എന്താണ് ഫുഡ് കഴിക്കാനായിട്ട് കേരക്കറി ഉണ്ട്. ജെയ്സിന് ഇഷ്ടപ്പെട്ട കേരക്കറി ഉണ്ട്. കൊടമ്പുളി ഇട്ട് കഴിച്ച കേരക്കറി, പിന്നെ കേര വറുത്തുണ്ട്, കേര അച്ചാറുണ്ട്. ഇന്നലെ തന്നെ അടിപൊളി കറിയായിരുന്നു. ഇന്നലത്തെ ജേസൺ വിശപ്പും കൂടി നിങ്ങൾ ഇത് കണ്ടിട്ട് വെള്ളം ഇറക്കുമെന്ന് എനിക്ക് തോന്നണം. ഇപ്പോൾ കണ്ടിട്ട് ഇപ്പോൾ എന്തായാലും ഹോട്ടലിൽ ചെന്ന് ഫുഡൊക്കെ കഴിക്കണേ കാണാൻ പറ്റും.
നമ്മൾ താമസിക്കുന്ന റൂം ഇതാണ്. നല്ല അടിപൊളി ആംബിയൻസ് വ്യൂ ഒക്കെയാണ്. നമ്മുടെ ചിൽഡ്രൻസ് ഏരിയ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഏതായാലും ഫുഡ് കൊടുക്കാതെ നോക്കും. ഫുഡ് കഴിക്കണില്ല. തിന്നേം ചെയ്യണം, ഇല്ലെങ്കിൽ ഫുഡ് ഒന്ന് കൊണ്ടുപോകും. ഇവിടെ നിന്നുള്ള വ്യൂ ആണത്. എവിടെ പോണ്? പിള്ളേരെ പുറകെ ഓടി കിടക്കലുണ്ട. പിള്ളേർ ഓരോ സ്ഥലത്ത് ഓരോ ഞാനിത് നാടലായി. അവര് പോയി വെച്ചിട്ട് പോകാൻ ഞാൻ വരില്ല കേട്ടോ. ഞാൻ വരൂല. അമ്മയും മോനും തല്ലെടുത്തായി. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. വെച്ചിട്ട് നീ പോയിക്കോളാൻ. അപ്പൊ ബോട്ടിങ്ങിനും തൊടില്ല, ഒന്ന് മാറ്റി കൊടുക്കണം. കുട്ടി ആ പിള്ളേരെ ഇവിടെ കളിക്കാൻ മിക്കവാറും ഞാൻ ഡാൻസ് ചെയ്യുന്നു. ആദ്യം കൊടുക്കേണ്ടി വരും. ഡാരും പോയി, അറ്റത്തേക്ക് പോയി കേട്ടോ. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല അടിപൊളി ഹോട്ടലാണ്. അപ്പൊ ഞങ്ങൾ ഇതിന് ശേഷം ഒന്ന് പുറത്തു പോകും. ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം. ഇവരെല്ലാവരുടെ കളി ചുരത്തിലുണ്ടാ. പയ്യെ ആ മോനെ വീണ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നടത്തില്ല കേട്ടാ. ആവേശം അധികം വേണ്ട. അപ്പൂസ് ഒന്ന് പരീക്ഷണമൊക്കെ നടത്തി. അപ്പം ഞങ്ങൾ ബോട്ടിങ് സ്ഥലത്തെത്തി. അപ്പൂസ് ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ നിൽക്കണതാണ്. അപ്പോൾ ഒരാൾക്കൊന്ന് 200 രൂപ വെച്ചാണ് ചാർജ്. ആദ്യം നമ്മൾ 400 കൊടുക്കണം, ബാക്കി പോകാൻ നേരത്ത് ബാലൻസ് വരും. അപ്പോൾ അപ്പൂസ് ടിക്കറ്റ് എടുത്ത് ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് ഇല്ലടാരു. ഇപ്പോൾ അവിടെ ചെന്ന് എല്ലാവർക്കും കോട്ടൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും സേഫ്റ്റി ബെൽറ്റും ജാക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ. ഇതാണ് ബോട്ടിങ് സ്ഥലം. ഇവിടെ നല്ല വിശാലമായ ബോട്ടിങ് ഏരിയയാണ്. കണ്ടോ, ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. നല്ല തിരക്കാണത് കാരണം. അപ്പോൾ ഞങ്ങളും അവിടെ ഈ ജാക്കറ്റ് ഇട്ടാനായിട്ട് കുറച്ച് നേരം ക്യൂവിൽ നിന്നു. അപ്പൂസ് കുറേ നേരം നിന്ന് കിട്ടിയില്ല. പിന്നെ ഞാനങ്ങോട്ട് ഇടയിലേക്ക് ചെന്നു. കാരണം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അവിടെ നിൽക്കുള്ളൂ. അങ്ങനെ ജാക്കറ്റ് കിട്ടി. ഫസ്റ്റ് ഞാൻ ഡാരുവിന് ജാക്കറ്റ് ഇട്ട് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആരും റെഡിയായി. ദീയാണ് അതിൻ്റെ പുറകെ കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് വെച്ചത്. ഞാനും ജാക്കറ്റ് ഇട്ട്. പിന്നെ ഡന ഓൾറെഡി ഇട്ട് കഴിഞ്ഞ് ദിയ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പം ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ട് റെഡിയായി. ദിയപ്പൊക്കെ ക്ലിപ്പ് ഇടണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ബെൽറ്റ് ഒന്ന് ലോക്ക് ചെയ്യാനാണ്. ആ ബെൽറ്റൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത്. അപ്പം എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻ്റ് ആയി. അങ്ങനെ അപ്പൂസും റെഡിയായി ഉണ്ടോ. അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി. ഞങ്ങൾ നേരെ ബോട്ട് അടുക്കുന്ന സ്ഥലത്തേക്ക് പയ്യെ നടന്ന് നിന്ന്. അപ്പൂസ് ആദ്യമേ പോയി. അവർ പറഞ്ഞ് അവർ രണ്ടുപേരും സെപ്പറേറ്റ് കയറിക്കോളാമെന്ന് പറഞ്ഞ്. അപ്പോൾ പിള്ളേരെ വിട്ടതിന് ശേഷം ഞങ്ങൾ കയറാമെന്ന് വെച്ച് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. ആദ്യം ഡനേനെയും അപ്പൂസിനെയും ഒരു 2 പേർക്കുള്ള ഒരു ചെറിയൊരു ബോട്ടിൽ കയറ്റി. ഞങ്ങൾ 3 പേരും വേറെ ബോട്ടിൽ കയറാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ റെഡിയായി. അവർ ബാക്കോട്ട് തുഴയാൻ തുടങ്ങി.
അപ്പോൾ അവർ അവരുടെ യാത്ര ആരംഭിച്ച്. നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറത്തേക്കാണ് അവർ ചാർജ് ചെയ്യണത്. അപ്പോൾ അവർ വിട്ടതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം കാത്തുനിൽപ്പായി. ഞങ്ങളും കയറി വണ്ടിയിൽ. അപ്പോൾ ഡാരി ഒച്ചെടുക്കണം, എനിക്കും ചവിട്ടണം പറഞ്ഞാൽ അതിൻ്റെ മേലെ ഒച്ചെടുത്ത് ഇരിക്കണാണ്. അപ്പോൾ ഡാരുവിന് ചവിട്ടണം എന്ന് ആഗ്രഹം വന്നു. അപ്പോൾ പിന്നെ പിന്നെ ഡാരുവിനെ ദിയുടെ മടിയിൽ ഇരുത്തിയിട്ട് മടിയിൽ പിടിച്ചിരുത്തി. പിന്നെ അവൻ ദിയുടെ മടിയിൽ ഇരുന്ന് ചവിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഹായൊക്കെ കൊടുത്ത് അപ്പൂസിനെ കണ്ടപ്പോൾ അങ്ങനെ വീണ്ടും അങ്ങോട്ട് യാത്ര അങ്ങോട്ട് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. എങ്ങനെയായിരുന്നു ഡാരു ബോട്ടിങ് എക്സ്പീരിയൻസ്? കൊള്ളായിരുന്നു. നിനക്ക് ചവിട്ടാനൊക്കെ പറ്റിയ കാലൊക്കെ? കുറേ ചവിട്ടി കഴിഞ്ഞപ്പോൾ കൊച്ചിന് കാലൊക്കെ അവസാനമായപ്പോൾ കാലൊക്കെ കടച്ചിലായി അല്ലേ? അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ ചവിട്ടി നടന്നു. അങ്ങനെ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ സമയം പോണി അരമണിക്കൂർ സമയം പോണത് അറിയില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് ഏരിയ ഉണ്ടത് ചവിട്ടി പോകാനായിട്ട്. കുറേ ദൂരം അങ്ങോട്ട് ചവിട്ടി പോകാനുണ്ട്. കണ്ടോ, നല്ല ദൂരമുണ്ട്, നല്ല രസമുണ്ട് ആ സൈഡിലെ കാഴ്ചകളൊക്കെ. അതേ അങ്ങനെ ഡെനയിലൊക്കെ ഉണ്ട് കണ്ടോ. അവർ നേരത്തെ പോയതാണല്ലോ, അവരായിട്ട് കണ്ടുമുട്ടി. അവർ ഞങ്ങൾ കുറേ വീണ്ടും വന്ന് ഇടയ്ക്ക് ഞങ്ങൾ അവരുടെ വീഡിയോസ് എടുത്ത്, അത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളുടെ വീഡിയോസ് എടുത്ത് കണ്ടോ. അതിപ്പോൾ അവരാണ് ഞങ്ങളുടെ വീഡിയോസ് എടുക്കുന്നത്. അപ്പം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അങ്ങനെ നമുക്ക് കൊടൈക്കനാൽ വന്നിട്ട് ഒരു ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത സ്ഥലം വന്നിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർഫോൾസാണ്. അല്ല, വാട്ടർഫോൾസ് അല്ല, ലേക്കാണ്.